1991 IV ശശി മമ്മൂട്ടി രഞ്ജിത്ത് ടീമിന്റെ ആക്ഷൻ മ്യൂസിക്കൽ ചിത്രമായ നീലഗിരി പിറന്നത്. ചിത്രം പുറത്തു വന്നപ്പോൾ ഹീറോ മമ്മൂട്ടി ആയിരുന്നെങ്കിലും നീലഗിരിയിലെ നായകനായ ടാക്സി ഡ്രൈവർ ശിവനിൽ ആട്ടവും പാട്ടവും അടിയും എല്ലാം വിളക്കിച്ചേർത്ത് ഒരു ടിപ്പിക്കൽ മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി രഞ്ജിത്ത് ഒരുക്കിവെച്ച ഫുൾ സ്ക്രിപ്റ്റ് ആയിരുന്നു നീലഗിരിയുടേത്. നിർമ്മാതാവ് KRG മമ്മൂട്ടി കൊടുത്ത ഡേറ്റുമായി ഉടനെ ഒരു ചിത്രം ചെയ്യണമെന്ന ആവശ്യവുമായി IV ശശിയെ സമീപിച്ചപ്പോൾ IV ശശിയുടെ കയ്യിൽ പെട്ടെന്ന് ചെയ്യാൻ പാകത്തിലുള്ള ഒരു കഥയില്ലായിരുന്നു. അങ്ങനെയാണ് ആലപ്പി ഷെരീഫ്, ടി ദാമോദരൻ, MD വാസുദേവൻ നായരെ പോലുള്ള കരുത്തർ കൈകാര്യം ചെയ്തിരുന്ന IV ശശിയുടെ കഥാസാമ്രാജ്യത്തിലേക്ക് അപ്രതീക്ഷിതമായി ഫുൾ സ്ക്രിപ്റ്റ് കൈവശമുള്ള രഞ്ജിത്ത് കടന്നുവരുന്നത്. IV ശശിയുടെ നിർദ്ദേശമനുസരിച്ച് മമ്മൂട്ടിക്ക് വേണ്ടി ചില്ലറ മാറ്റങ്ങളെല്ലാം രഞ്ജിത്ത് വരുത്തി. നീലഗിരിയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ഒരു അസുര ജന്മത്തിന്റെ ബീജം തന്റെ മനസ്സിൽ വളരുന്ന കാര്യം രഞ്ജിത്ത് മമ്മൂട്ടിയോട് സൂചിപ്പിച്ചിരുന്നു. മമ്മൂട്ടി രഞ്ജിത്തിന് പൂർണ്ണ പിന്തുണയും നൽകി. നീലഗിരി റിലീസ് ചെയ്തപ്പോൾ മമ്മൂട്ടിക്കും IV ശശിക്കും വേണ്ടുവോളം ചീത്തപ്പേര് കേട്ടു. പിന്നീട് IV ശശി മറ്റു 2 പ്രോജക്റ്റുമായി മമ്മൂട്ടിയെ സമീപിച്ചെങ്കിലും മമ്മൂട്ടി സമ്മതം മൂളിയില്ല. 1981 തൃഷ്ണ എന്ന ചിത്രത്തിലൂടെ കൈകോർത്ത മമ്മൂട്ടി IV ശശി ജോഡി ഒന്നിക്കാത്ത ഒരൊറ്റ വർഷവും പിന്നീടുള്ള 10 വർഷക്കാലത്തിനുള്ളിൽ കടന്നുപോയിട്ടില്ലായിരുന്നു. ഒടുവിൽ IV ശശി മമ്മൂട്ടി ഇല്ലാതെ 2 ചിത്രങ്ങൾ ചെയ്തു. രണ്ടും പരാജയം സംഭവിച്ചു. അപ്പോഴേക്കും ദേവാസുരത്തിന്റെ ഫുൾ സ്ക്രിപ്റ്റുമായി രഞ്ജിത്ത് IV ശശിയെ തേടിയെത്തിയിരുന്നു. നായകൻ മോഹൻലാൽ ആയിരിക്കണമെന്ന കാര്യത്തിൽ IV ശശിക്ക് നിർബന്ധമായിരുന്നു. 93 മോഹൻലാൽ നായകനായി ദേവാസുരം പുറത്തുവന്നു. ദേവാസുരം മലയാള സിനിമയുടെ റെക്കോർഡ് വിജയമായി മാറി. രചയിതാവ് രഞ്ജിത്തിന്റെയും മോഹൻലാലിന്റെയും തലവരെ തിരുത്തി തന്നെ എഴുതി ദേവാസുരം.